Chef's book. Bread, egg, vanilla essence, milk, sugar and custard powder. Okay. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കുക, പഞ്ചസാര ഇടുക, കസ്റ്റർഡ് പൗഡർ ഇടുക, ബ്രെഡ് പീസസ് ഇടുക, എന്നിട്ട് നേരെ സ്റ്റൗവിൽ വിട്ട് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് ഞാനൊരു കാപ്പി കുടിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ടതിന് ശേഷം അതിനെ സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കി അതിനെ കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാപ്പി കുടിക്കട്ടെ. എന്നിട്ട് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ബൗളിന്റെ അടിയിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിന് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പാലും ബ്രെഡും ഉള്ള മിക്സും ലേശം വാനില എസൻസും കൂടെ ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്താൻ പോകും. അങ്ങനെ ആ മിക്സ് ഒഴിക്കുന്നു, ബീറ്റ് ചെയ്യുന്നു, ഒഴിക്കുന്നു, ബീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോളിലേക്ക് ഈ മിക്സ് നമ്മൾ ഒഴിക്കും. ശരിക്കും 2 എണ്ണം ഉണ്ടാക്കി, ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനും ഒന്ന് പ്രഷർ കുക്കർ ചെയ്യാനും. അപ്പോഴേക്കും ഞാനൊരു ബ്രെഡ് കഴിച്ചു. പിന്നെ ഓവൻ ചൂടാക്കി അതിലേക്കും വെച്ചു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു വിസിൽ വന്നു. പക്ഷെ ബേക്ക് ചെയ്യാൻ നല്ല സമയമെടുക്കും. മറ്റേ സാധനം എടുക്കാടി, ഒന്നുകൂടി ഉണ്ടല്ലോ, നാളെ എടുക്കാലോ. ഭാഗ്യത്തിന് വേറെ ആളുടെ മറിയും ഈ റൂമിൽ താമസിക്കുന്ന ആൾക്ക് കൊടുത്തു തന്നതാണ് ഈ കൂടി. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. എന്തിനാണ് നീ അതെല്ലാം കൂടെ എടുത്തോണ്ട് ഒറ്റയടിക്ക് വന്നത്? അത് മിച്ചം ഇതെങ്കിലും ഉള്ളത് നന്നായി. ഇത് നമുക്ക് നാളെ മുറിക്കാം അല്ലേ? ഹലോ ഗൈസ്, അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഫെയിലിയറിന് ശേഷം രണ്ടാമത്തെ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോവാണ്. എക്സൈറ്റഡ്. പാവം കുട്ടി. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. രാവിലെ കഴിക്കുന്നു. ആടണുണ്ടോ? അലിഞ്ഞു വഴി വെക്കാൻ പറ്റില്ല. ശനുവിനെ അലിഞ്ഞു. സൂപ്പർ. എല്ലാം ട്രൈ ചെയ്യണം. നോക്കിയോ അശ്വന്താസ് ഒന്ന് നോക്കിയേ.